സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിനായി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തി. വിരമിച്ച ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായി നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. 55 വിദ്യാഭ്യാസ ഓഫീസുകളിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, വലിയ രീതിയിലുള്ള അഴിമതി നടന്നുവെന്ന് തന്നെയാണോ ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത്? നമ്മളെ ഈ വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പൊതുവെ എടുത്തു പറയാറില്ല പലപ്പോഴും പാഠം 1 എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ചില വിദ്യാഭ്യാസ ഓഫീസുകളിലൊക്കെ പാഠം 1 എന്ന് പറയുന്നത് കൈക്കൂലിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സംസ്ഥാന വ്യാപകമായി 55 ഓഫീസുകളിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. 41 വിദ്യാഭ്യാസ ഓഫീസുകളും ജില്ലാ ഓഫീസുകളും 7 റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളും അതോടൊപ്പം തന്നെ 7 അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ഓഫീസുകളിലുമായിരുന്നു പരിശോധന. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അധ്യാപകരുടെയും അനധ്യാപകരുടെയൊക്കെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അതിനാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടും കൈക്കൂലിയൊക്കെ നടക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നത് ആ ഓഫീസുകളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരെയാണ് നിലവിലുള്ള ഉദ്യോഗസ്ഥർ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആളുകളോട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറയും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ പലതരത്തിലും തുക കൈപ്പറ്റിയതിന്റെ തെളിവുകളും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അധ്യാപക അനധ്യാപക നിയമനത്തിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും അധ്യാപകരെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുട്ടനാട് വിദ്യാഭ്യാസ ഓഫീസിലെ ഒരു നിയമനത്തിന് ഒരു ഉദ്യോഗസ്ഥൻ 2 സ്കൂളുകളിലെ ക്ലർക്കുമാരുടെ കയ്യിൽ നിന്ന് 75,500 രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലേക്ക് സംശയാസ്പദമായ രീതിയിൽ 1,40,000 രൂപ എത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫറിന്റെ വന്നിരിക്കുന്നത് മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇയാൾ സ്ഥലമാറ്റത്തിനായി 2,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനിൽ നിന്നാണ് ഇത്തരത്തിൽ പണം. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി കൈക്കൂലി വാങ്ങും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു PSC നിയമനമാണല്ലോ ഈ അധ്യാപക അനധ്യാപക നിയമനമൊക്കെ. അതിലൊക്കെ എങ്ങനെയാണ് ഈ കൈക്കൂലി വാങ്ങിയ ആളെ നിയമിക്കുന്നത്? എങ്ങനെയാണ് അത്? ഇവരുടെ ട്രാൻസ്ഫർ സംഭവങ്ങൾ വിവരങ്ങളുണ്ട്. ഈ നിയമനം ഇതിന്റെ പേപ്പർ വർക്കുകൾ വൈകുന്നുണ്ട്. അതായത് ബോധപൂർവം ഇതിന്റെ പേപ്പർ വർക്കുകൾ വൈകിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് നിയമനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ തന്നെ പല ഫയലുകളും പൂഴ്ത്തിവെക്കുക, ഫയൽ ഹോൾഡ് ചെയ്യുക. അങ്ങനെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യപ്പെടുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് പല ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം ഇവർ വാങ്ങുകയും ചെയ്യുന്നതാണ്. അധ്യാപക അനധ്യാപക നിയമനത്തിന് വ്യാപകമായി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ എന്നുള്ള കണ്ടെത്തലാണ് വിജിലൻസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന. വിവരങ്ങളാണ് സിജോ വി ജോൺ നൽകിയത്.